വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബ്ബാസ്, മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹം ഇവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ വണ്ണൂസ് ഒന്ന് സന്ദർശിച്ചത്. കാരണം ഈ പെരിന്തൽമണ്ണക്കാർ കാലങ്ങളായി ഗതാഗതക്കുരുക്കിൽ ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണ്. അതിപ്പോൾ ഒന്നുകൂടി സ്വാഭാവികമായിട്ടും പുതിയ വ്യാപാര സമുച്ചയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ വരുമ്പോൾ നഗരം വീണ്ടും കുരുക്കിലാവുക. അപ്പോൾ ഇവിടെ ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് വി ശശികുമാറിൻ്റെ ശ്രമഫലമായി 10 കോടി അനുവദിച്ചു. അത് എങ്ങും എത്താതെയൊക്കെ പോയി. ഇപ്പോൾ വീണ്ടും 10 കോടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മങ്കട MLA കണ്ടപ്പോൾ അദ്ദേഹം ഈ ബൈപ്പാസിനെ കുറിച്ച് പറഞ്ഞു, വേറെ ബൈപ്പാസിനെ കുറിച്ച് പറഞ്ഞു. ഇവരോട് ചോദിക്കാം, ഈ പെരിന്തൽമണ്ണക്കാർ ഇതിൽ നിന്ന് എന്തെങ്കിലും കുരുക്കിൽ നിന്ന് മോചിതരാകും? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ബൈപ്പാസ് വന്നാലാണ് ഈ കുരുക്കൊന്ന് അഴിക്കാൻ സാധിക്കുക? ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് ഏകദേശം 10 കോടി രൂപ അതിന് അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ കാലങ്ങളായി വ്യാപാരി വ്യവസായി സമിതി എന്നുള്ള നിലയ്ക്ക് ഓരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസാണ് ശാസ്ത്രീയമായ രീതിയിൽ ഈ 2 പട്ടണങ്ങളെയും ഈ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അത് വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്നും ആഗ്രഹിച്ചത്, ഇപ്പോഴും അതന്നെ ആഗ്രഹിക്കും. പക്ഷേ ഇപ്പോൾ അതിന് 10 കോടി റുപ്യ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചു, മുഖ്യമന്ത്രി അനുവദിച്ചു. അതുകൂടാതെ ഇപ്പോൾ 2 ദിവസങ്ങളായി ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രവണത നടക്കുകയാണ്. നമ്മുടെ മങ്കട MLA നാറ്റ്പാക്കിന്റെ പഠനം എന്ന് പറഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ നിർത്തി ഒരു പഠനം നടത്തി. ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ളത് ഇവിടെ കുന്നപ്പള്ളി വഴി പോയാൽ അപ്പുറത്ത് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് യാഥാർത്ഥ്യമല്ല. 2 വന്നാലും കുഴപ്പമൊന്നുമില്ല, 2 വന്നാൽ കുഴപ്പമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസാണ്. അത് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പൊ അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കുക ഏതെങ്കിലും തരത്തിൽ 2 MLA-മാരുടെ മത്സരത്തിന്റെ ഭാഗമായി അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് ഈ പെരിന്തൽമണ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് കൂടെയാണ് വ്യാപാരി വ്യവസായി സമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നിൽക്കുക. അപ്പൊ അതിന് MLA-ക്കായിരുന്നാലും കേരളത്തിലെ ഗവൺമെന്റ് ആർക്കാണെങ്കിലും ഞങ്ങൾ പിന്തുണ കൊടുക്കും. അത് ഉണ്ടാവണം എന്നുള്ളതാണ് പറയാൻ. ഇവിടെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വർഷങ്ങളായി ഓരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് എന്ന പദ്ധതി ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു എന്ന് പറയാം. ഇന്ന് വരും നാളെ വരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നെങ്കിലും ഒരിക്കൽ വരും. കുറേ തലമുറകൾക്കപ്പുറം വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ നഗരം കുരുക്കിലേക്ക് വീണ്ടും മുറുകിയിരിക്കുകയാണ്. ഈ സമയത്ത് ഏകദേശം 600 കോടി രൂപ പദ്ധതിക്ക് വേണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ മറ്റേ വേറൊരു ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു, തൂത റോട്ടിലേക്ക് കയറാവുന്ന ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. ആ ബൈപ്പാസിന് ഇത്രയും ചെലവ് വരില്ല എന്ന തരത്തിലും പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഉചിതമായത് ഇതാണ് നിങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാരിച്ച സാമ്പത്തിക ചെലവ്, അദ്ദേഹം പറയുന്നതാണ്. അപ്പൊ ഈ 600 കോടിയൊന്നും എന്തായാലും വരില്ല. ഇവിടെ സാധാരണ മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത് 250 കോടി ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അതിപ്പോ ഈ 650 കോടിയായിട്ട് ആക്ഷേപം ഉന്നയിക്കല്ലേ? ഇത് ഗവൺമെന്റ് പരിഗണിച്ചിട്ട് അതിന് എന്താ വരുന്നത് കണക്കൊക്കെ നോക്കിയിട്ട് വേണ്ട പറയാൻ. ഒരാൾ പറയുന്നത് മാത്രം നോക്കല്ലോ. യഥാർത്ഥത്തിൽ വേണ്ടത് ഇതാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതിനാണ് ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുക. ആ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. MLA കൂടെ ആരെ കൂടെ നിന്നാലും വേണ്ടില്ലേ, വല്ല ഗതികെട്ട ഒരവസ്ഥയിലാണ്. പിന്നെ അബ്ബാസ് ഇപ്പൊ നേരത്തെ പറഞ്ഞുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ബൈപ്പാസ് ഈ പദ്ധതി എന്ന് മാറി മറ്റേ പദ്ധതിയിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് നിലക്ക് താങ്കളോട് അവസാനം ഒരു ചോദ്യം കൂടി ചോദിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അങ്ങനെ ശാസ്ത്രീയമായി ഞാൻ അപ്പുറത്തെ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാനത്തുമംഗലം ഓരാടമ്പാലം ബൈപ്പാസാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ളത്. ഒരു പഠനം കൊണ്ടല്ല, കഴിഞ്ഞ 10-15 വർഷമായി പഠനം നടത്തി ഇവിടുത്തെ കുരുക്ക് പരിഹരിക്കാൻ ഏറ്റവും പരിഹാരകരമായ മാർഗം അതാണെന്ന് കണ്ട് പറയുകയാണ്. നമ്മൾ പറയണതല്ലോ, അത് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒരു ഗവൺമെന്റ് മാത്രമല്ല, തുടർച്ചയായിട്ടുള്ള MLA-മാരടക്കമുള്ള ആളുകൾ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആവശ്യമായ ഫണ്ട് കിട്ടിയില്ല എന്ന് ആക്ഷേപം ഉന്നയിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഫണ്ട് കിട്ടിയതാണ്. അപ്പൊ ഇതാണ് ശാസ്ത്രീയമായത്. നമ്മളതിനെ പിന്തുണയ്ക്കില്ല എന്നല്ല. മങ്കട MLA അത് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഗത്യന്തരല്ലാതെ പിന്തുണയ്ക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ പറയാനുള്ളത്. എന്തായാലും കെ സുബ്രഹ്മണ്യൻ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാനത്തമംഗലം ഓരോടമ്പാലം ബൈപ്പാസ് പദ്ധതി അത് പൂർത്തീകരിക്കുമ്പോഴാണ് ഈ നഗരത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്ന തരത്തിൽ നാട്ടുകാരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്ന് തോന്നുന്നു. നമുക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബ്ബാസിനോടുകൂടി ചോദിക്കേണ്ടതുണ്ട്. പി അബ്ബാസ്, അതായത് ഈ പെരിന്തൽമണ്ണ മാത്രമല്ല അങ്ങാടിപ്പുറവും ഇരട്ട നഗരങ്ങളെന്ന് പറയാം, വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളാണ്. കാലങ്ങളായി
ക്ഷേത്ര നഗരിയും ഈ വള്ളുവനാടിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഭരണസിരാകേന്ദ്രം അറിയുന്ന പെരിന്തൽമണ്ണയും കുരുക്കിലാണ്. ഈ കുരുക്കഴിക്കാൻ ഏറ്റവും ഉചിതമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ താങ്കൾക്കും അഭിപ്രായമുണ്ട്. മാനത്തുമംഗലം ഒരടമ്പാലം ബൈപ്പാസ് തന്നെയാണോ വരേണ്ടത്? ഇത് ഞങ്ങൾക്കല്ല, ഈ പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായമാണ്. ഇത് മുമ്പേ സർവേ ഒക്കെ നടത്തി ഏറ്റവും നല്ലത് ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസാണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് തുടക്കത്തിൽ ഈ ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് മിനി മേൽപ്പാലം വന്നത്. അതുപോലെ ഇപ്പം ഈ റോഡിനെയും അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു റോഡിലുള്ള ഒരു ശ്രമമാണ് മങ്കട MLA നടത്തുന്നത്. അത് നല്ല രീതിയിലായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിന് കൃത്രിമമായ ഒരു പഠനം എന്ന പേരിൽ സർവേ നടത്തുക, ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിക്കുന്നത് പട്ടാമ്പി റോഡിലൂടെയാണ് അല്ലെങ്കിൽ ചെർപ്പശ്ശേരി റോഡിലൂടെ എന്ന് പറഞ്ഞു വെക്കുക. അങ്ങനെ പറഞ്ഞു വെച്ച് ആ ഒരാടമ്പാലം മാനത്തുമംഗലം പരിപാടി ഉപേക്ഷിക്കുക, അതിന് വലിയ ഫണ്ട് വേണമെന്നൊക്കെ അവർ കണക്ക് കൂട്ടുക. അതൊക്കെ തെറ്റാണ്. അതിന് തടസ്സം നിൽക്കുന്നതിന് അല്ലെങ്കിൽ ആ പരിപാടിനെ തുരങ്കം വെക്കുന്നതിന് പിന്നെ ഉതകുന്ന രീതിയിലുള്ള അഭിപ്രായമാണ് മങ്കട MLA പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ ബൈപ്പാസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങൾ ആർക്കെങ്കിലും, ഞാൻ MLA-മാരുടെ കാര്യമല്ല പറഞ്ഞത്, വേറെ ആർക്കെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ അതിനുവേണ്ടി ഒരു പ്രചാരണ കോലാഹലം നടത്തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഞങ്ങൾക്ക് അതിന് സംശയമില്ലായില്ല. കാരണം ഇപ്പം ഇതുവരെ കഴിഞ്ഞ 10 വർഷം പറഞ്ഞിരുന്നത് ഇവിടെ LDF സർക്കാരാണ്, ഇവിടെ മങ്കടയും പെരിന്തൽമണ്ണയും UDF-ന്റെ 2 MLA-മാരാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ഫണ്ട് അനുവദിച്ചിരിക്കില്ല. ഇപ്പോൾ UDF-ന്റെ ഗവൺമെൻറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫണ്ട് അനുവദിക്കാൻ യാതൊരു തടസ്സമില്ല. അല്ലെങ്കിൽ LDF-ന്റെ MLA-മാരൊന്നും ഈ മണ്ഡലത്തിലില്ലല്ലോ. അപ്പോൾ അത് മറ്റെന്തോ ഒരു കൂടുതൽ ലക്ഷ്യത്തിൽ വീണ്ടും പിന്നെ ഒരു അട്ടിമറിക്കുള്ള ശ്രമമാണോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതായത് ഇപ്പോൾ ഈ 2 MLA-മാർ, അതായത് നജീബ് കാന്തപുരം അതുപോലെ തന്നെ മഞ്ഞളാംകുഴി അലി, ഈ MLA-മാർ രണ്ടുപേരും ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് UDF അധികാരത്തിലെത്തുന്നതോടുകൂടി ഉറപ്പായിട്ടും ഈ ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി നടപ്പാക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ പദ്ധതി ഇങ്ങനെ അവസാനം ഒരു 5 വർഷത്തോളം ഇങ്ങനെ നാളെ നടത്തും, വരും, പോകും, വരും, ഉടൻ വരും എന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ അതോ നടക്കുമോ എന്നറിയാൻ ഈ നാട്ടിലെ സകല ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നടക്കുമോ? നാട്ടുകാരുടെ ചോദ്യമാണോ? അത് എന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാം. വരാൻ സാധ്യത ഇപ്പോൾ ഈ 2 കൂടി വരുമ്പോൾ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ നടക്കുമോ എന്ന ചോദ്യം എൻ്റെ ചോദ്യമല്ല, അത് നാട്ടുകാരുടെ ചോദ്യമാണ്. കാരണം ഈ പെരിന്തൽമണ്ണയിലൂടെ ഇപ്പോൾ ഒന്ന് ഇറങ്ങിയാൽ, ഏത് സമയത്ത് ഇപ്പോൾ ഓണക്കാലമാണ്, സാധാരണ ഫെസ്റ്റിവൽ സീസണിലാണ് ഒരു നഗരം കുരുക്കിലാവുന്നത്. എല്ലാ കാലത്തും ഈ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും കുരുക്കിലാണ്. പണ്ട് ആ പാലം നിർമ്മിച്ചു, നല്ല കാര്യം, അത് അന്നത്തെ കാലത്ത് ആവശ്യമായിരുന്നിരിക്കാമെന്ന് അവർ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത് ഒരടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി തന്നെയാണ്. അതങ്ങനെ പോയി നേരെ പാലക്കാട് റോഡിലേക്ക് കണക്ട് ചെയ്ത് അങ്ങ് പോകുമ്പോൾ ഈ നഗരത്തിൽ വലിയ തിരക്കുണ്ടാവില്ല. പക്ഷേ ഈ നഗരത്തിലെ ഈ തിരക്ക് കുരുക്ക് ഒരിക്കലും അഴിയരുതെന്ന് ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുള്ള നാട്ടുകാർ ചോദിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരുടെ ചോദ്യത്തിന് ഒരു ഉത്തരം പ്രസിഡന്റ് എന്ന് പറഞ്ഞേ? അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോൾ ഈ പാലം വരുന്ന സമയത്ത് നമ്മൾ ഈ ബൈപ്പാസ് വന്നാൽ പെരിന്തൽമണ്ണ ടൗണിലേക്ക് വേണ്ടത്ര വാഹനങ്ങളും ജനങ്ങളും വരില്ല എന്ന് ചിന്തിച്ച 2-3 ആളുകളുണ്ട്. ഞാൻ ആളുകളെ പേര് പറയുന്നില്ല, ഞങ്ങൾ അപ്പുറത്തുള്ള സംഘടനയാണ്, ആളെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല. അങ്ങനെ അതിൻ്റെ ഒരു ഉദ്ദേശത്തോട് കൂടി ആണ് നമ്മുടെ ഈ നിലവിലുള്ള പാലം, ചെറിയ പാലം ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ജനത്തിരക്ക് ഇവിടെ ഉണ്ടാവണം, ഇവിടെ തന്നെ ആയിരിക്കണം എല്ലാതും. പക്ഷെ ഏത് പട്ടണവും വികസിക്കണ്ടേ? പാലക്കാട് പട്ടണമൊക്കെ 2-3 ബസ് സ്റ്റാൻഡുകൾ അവിടെ മുഴുവൻ വികസിച്ച് വരുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ഇതിങ്ങനെ ഒരു ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു പട്ടണമല്ലല്ലോ, വളരെ വിശാലമായി വളർന്നു വരേണ്ടതാണ്. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈപ്പാസുകൾ വേണം, യാത്രാ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ 2 മാളുകൾ വരും, ഞങ്ങൾ ആലോചിക്കും, ആ 2 മാളുകൾ വന്നാൽ ഈ ടൗണിലേക്ക് ഒരു മനുഷ്യന് വരാൻ കഴിയാത്തൊരവസ്ഥയല്ലേ? ഈ 2 പട്ടണം നശിച്ചു. അത് പിന്നെ ഞങ്ങൾ പറയണ്ടല്ലോ, ഈ ബൈപ്പാസ് നിലവിൽ വരുന്നില്ലെങ്കിൽ അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ച്, ഞങ്ങൾ മാത്രം വിചാരിച്ചുകൊണ്ടാവില്ല, ജനങ്ങളെ സംഘടിപ്പിച്ചതിനെതിരായ സമരം, അനുകൂലമായി ഈ ബൈപ്പാസ് ഉണ്ടാവാൻ ആവശ്യമായ സമരം പോലും നടത്താൻ വ്യാപാരി വ്യവസായ സമിതി തയ്യാറാവും. ഏതായാലും ബൈപ്പാസ് വേണം. എല്ലാ പട്ടണങ്ങളും വളരുന്നുണ്ട്, അതനുസരിച്ച് ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാലങ്ങളായി ആശുപത്രികളുടെ നഗരം എന്നറിയപ്പെടുന്ന വള്ളുവനാടിൻ്റെ തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഇവിടം ഇപ്പോഴും
ഈ കുരുക്കിൽ തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് ഒരു ഇടതുപക്ഷ നേതാവ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ അങ്ങാടിപ്പുറവും പെരിന്തൽമണ്ണയും ഡെഡ് സിറ്റി ആയി മാറും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാത്തൊരവസ്ഥയിലേക്ക് വരും. ഇപ്പോഴെങ്കിലും ദീർഘവീക്ഷണത്തോടെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾ അക്കാര്യങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമാക്കുകയും വേണം. ജനങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ബൈപ്പാസ് പദ്ധതി എന്ന് ജനങ്ങളോടാണ് ചോദിക്കേണ്ടത്. ജനങ്ങൾ പറയും. അതനുസരിച്ച് അവർ ആഗ്രഹിക്കുന്നതല്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതി പൂർത്തീകരിച്ചാൽ ഒരുപക്ഷെ പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും കുരുക്കില്ലാത്ത നഗരമായി മാറും. ഈ നാട്ടിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കൊന്നും കച്ചവടം കുറയുകയുമില്ല. ഇവിടേക്ക് വരേണ്ടവർ ഇവിടേക്ക് തന്നെ വരുള്ളൂ. അങ്ങനെയല്ലേ പ്രസിഡന്റ്? ഇവിടേക്ക് വരേണ്ടവർ, നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഇവിടേക്ക് വരേണ്ടവർ വേറെ എങ്ങനെയും പോകുന്നില്ല? പെരിന്തൽമണ്ണയ്ക്ക് വരേണ്ടവർ പെരിന്തൽമണ്ണയ്ക്ക് തന്നെ വരുള്ളൂ. അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത്. പിന്നെ ഈ 2 ബൈപ്പാസും വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇത് ഈ മത്സരം പെരിന്തൽമണ്ണയ്ക്ക് ഒരു അനുഗ്രഹം ആകട്ടെ എന്നുള്ള ഞാൻ ആയിക്കോട്ടെ. കാരണം ഈ 2 മേൽപ്പാലങ്ങൾ വന്ന് റെയിൽവേക്ക് മേൽപ്പാലങ്ങൾ വരിക എന്നുള്ളതാണ് ആ വികസനം. അല്ലാതെ അതിപ്പോ 2 ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അതേസമയം ഇതിങ്ങനെ തർക്കിച്ചുകൊണ്ട് ഈ 5 വർഷമാണ് തള്ളി നീക്കുക എന്നുള്ള ഒരു നിലപാടാണെങ്കിൽ അത് ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുകയേ ചെയ്യുള്ളൂ. ഏതായാലും നടക്കട്ടെ പദ്ധതികളൊക്കെ, നാട് വികസിക്കട്ടെ, നല്ല സഞ്ചരിക്കാനുള്ള നല്ല മാർഗങ്ങൾ ഉണ്ടാവട്ടെ. ഈ കേരളത്തിലെ പല പട്ടണങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ പെരിന്തൽമണ്ണക്കാരും നിങ്ങളോടും പറയുകയാണ്. വെറുതെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ നേരത്തെ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു. തൊടുപുഴ വർഷങ്ങളോളം അവിടെ PJ ജോസഫ് ആയിരുന്നു MLA. അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ MLA. തൊടുപുഴ ടൗണിൽ ഒരു വലിയ പ്രകടനം, വലിയൊരു സമരം നടക്കാൻ അവിടെയുള്ള ആളുകൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അമ്മാതിരി റിംഗ് റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏത് വഴി കൂടി നാട്ടു പിടിക്കാം എന്ന് പറഞ്ഞ പോലെ ഈ പെരിന്തൽമണ്ണയിലും ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ്. അതിന് ഉചിതമായ പദ്ധതിക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ ഭാരവാഹികളും ഏരിയ ഭാരവാഹികളും പറയുന്നു. ഇത് അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയാൽ ജനങ്ങൾ പ്രതികരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരും അവരോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പളശ്ശേരി.